ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗാസയ്ക്ക് സമ്മാനിച്ചത് പോളിയോയുടെ തിരിച്ചുവരവ്. 25 വർഷത്തിന് ശേഷം ആദ്യമായി ഗാസയിൽ ഇപ്പോൾ പോളിയോ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പാലസ്തീനിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തകർത്ത ഗാസയിൽ പേടിച്ചതുപോലെ പോളിയോ പടരുന്നു. പ്രധാന ആക്രമണ കേന്ദ്രമായ ദേർ അൽ ബലായിൽ 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ടൈപ്പ് 2 പോളിയോ വൈറസ് ബാധിച്ച് ഇടതുകാൽ തളർന്നതായി റിപ്പോർട്ട്. 25 വർഷത്തിന് ശേഷമാണ് ഇവിടെ പോളിയോ സ്ഥിരീകരിക്കുന്നത്. യുദ്ധം മൂലം സാനിറ്റേഷൻ സംവിധാനം പാടെ തകർന്ന ഗാസയിൽ പോളിയോ പടരുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. രോഗം പടരുന്നത് തടയാൻ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകുന്നതിന് 7 ദിവസം വെടിനിർത്തലിന് ഹമാസിനോടും ഇസ്രായേലിനോടും ലോകാരോഗ്യ സംഘടന അഭ്യർത്ഥിച്ചിരുന്നു. എങ്കിലും ഫലമുണ്ടായില്ല. വെടിനിർത്തലില്ലാതെ ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവുമായി 7 ദിവസം പോളിയോ വാക്സിൻ നൽകാൻ ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നുണ്ട്. ഗാസയിൽ നൽകുന്നതിനായി 43,000 വയൽ ഡബിൾ ഡോസ് പോളിയോ വാക്സിൻ ശേഖരിച്ചതായി ഇസ്രായേൽ സേനയുടെ സന്നദ്ധ പ്രവർത്തന വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി അന്റോണിയോ ഗുട്ടറോസ് പോളിയോ സംബന്ധിച്ച ആശങ്ക കഴിഞ്ഞ ദിവസം കൂടി പങ്കുവച്ചിരുന്നു. എന്നാൽ എല്ലായിടത്തും സംഘർഷം നടക്കുന്നതിനാൽ വാക്സിൻ നൽകുന്നത് വെല്ലുവിളിയാണെന്നും ഗുട്ടറസ് പ്രതികരിച്ചു. നിലവിൽ 6,40,000 കുട്ടികളാണ് ഗസയിൽ പോളിയോ വാക്സിൻ എടുക്കാനായി ബാക്കിയുള്ളത്. പ്രത്യാഘാതങ്ങളുണ്ട് എങ്കിലും 10 വയസ്സിന് താഴെയുള്ള ഗസയിലെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ UN തയ്യാറാണെന്ന് ഗുട്ടറസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഖാൻ യൂനിസിന്റെ തെക്ക് ഭാഗത്തും ഡീർ അൽ ബലായിൽ നിന്നും ശേഖരിച്ച അഴുക്ക് ജലത്തിൽ 2 തരത്തിലുള്ള പോളിയോ വൈറസ് വകഭേദങ്ങളെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഗസയിലെ പോളിയോ ബാധ UN ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഓഗസ്റ്റ് അവസാന വാരത്തിൽ 1.6 മില്യൺ പോളിയോ വാക്സിനുകൾ ഗസയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 റൗണ്ടുകളിലായി ഏകദേശം 95% കുട്ടികൾക്ക് വാക്സിൻ കിട്ടുന്ന രീതിയിൽ വേണം ഗസയിൽ വാക്സിൻ വിതരണം നടപ്പിലാക്കാൻ. എന്നാൽ ഈ യജ്ഞം നടപ്പിലാക്കാൻ വാക്സിനുകൾ ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള റെഫ്രിജറേറ്റർ സൗകര്യം, പോളിയോ വിദഗ്ധരുടെ സേവനം, ഇന്റർനെറ്റ് ഫോൺ സൗകര്യം എന്നിവ ആവശ്യമാണ്. ഗുട്ടറസ് പ്രതികരിച്ചു. കൃത്യമായ പ്രതിരോധ സംവിധാനം നടപ്പിലാക്കിയില്ല എങ്കിൽ വൈറസ് ഗാസയിൽ മുഴുവൻ പടർന്നു പിടിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം കൂടുതലായും ബാധിക്കുന്നത്. മരുന്നുകൾ, ശുചിത്വ പരിപാലന ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്, മലിനജലം, സംസ്കരിക്കാത്ത മൃതദേഹങ്ങൾ എന്നിവയെല്ലാം രോഗവ്യാപന സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. യുദ്ധം ആരംഭിച്ചതോടെ ഗാസയിൽ 70% ഓവുചാലുകളും തകർന്ന നിലയിലാണ്. ശുദ്ധീകരണ പ്ലാന്റുകൾ ഒന്നുപോലും പ്രവർത്തിക്കുന്നുമില്ല. ആരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയ്ക്കും ഇസ്രായേലി ആക്രമണത്തിനും ഇടയിൽ ഗാസയിൽ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളിൽ വയറിളക്ക കേസുകൾ 66% വർദ്ധിച്ചതായും ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. മെനിഞ്ചൈറ്റിസ്, ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം എന്നിവയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ബോംബുകളെയും വെടിയുണ്ടകളെയും അതിജീവിച്ച ഗാസ മുനമ്പിലെ നിവാസികൾ കനത്ത മഴയിൽ അവരുടെ അഭയ കേന്ദ്രങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നതായും അറിയിച്ചു. ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും രൂക്ഷമായ ക്ഷാമത്തിനും ഇടയിൽ രോഗങ്ങളുടെ വ്യാപനത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ദുസ്സഹമാണെന്ന് ക്യാമ്പ് നിവാസികൾ പറയുന്നു. ഡോക്ടർമാരും സഹായ പ്രവർത്തകരും പകർച്ചവ്യാധികളെക്കുറിച്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.